ഒരാളുടെ ശമ്പളം 10% വർദ്ധിപ്പിച്ചതിന് ശേഷം 10% കുറയ്ക്കുന്നു. ഇപ്പോൾ അയാളുടെ ശമ്പളത്തിൽ ആദ്യ ശമ്പളത്തിൽ നിന്ന് എത്ര വ്യത്യാസമാണുള്ളത്? അപ്പോൾ നോക്കി, ഒരാളുടെ ശമ്പളം ആദ്യം 10% വർദ്ധിപ്പിച്ചു, പിന്നെ 10% കുറച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടിയ ശതമാനവും കുറച്ച ശതമാനവും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കുക, ഒരാളുടെ ശമ്പളം X% ആദ്യം കൂട്ടിയതിന് ശേഷം X% തന്നെയാണ് കുറയ്ക്കുന്നതെങ്കിൽ അവിടെ അയാളുടെ ശമ്പളത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും X² ഡിവൈഡഡ് ബൈ 100% കുറവ് ആയിരിക്കും. X² ഡിവൈഡഡ് ബൈ 100% കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഉത്തരം നോക്കിയിട്ട് കാരണം പറയാം. ഇവിടെ എക്സ് ആയിട്ട് എടുക്കേണ്ട എന്താണ്? തന്നിരിക്കുന്ന ശതമാനം X = 10 ആണ്. 10² ഡിവൈഡഡ് ബൈ 100% കുറവാണ്. 10² എത്രയാണ്? 100/100 = 1% കുറവാണ് നമ്മുടെ ഉത്തരം, ഓപ്ഷൻ എ. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു വ്യത്യാസം വരും. ആദ്യം 10% കൂട്ടി വീണ്ടും 10% കുറച്ചത്, അപ്പം പ്രത്യേകിച്ച് മാറ്റമൊന്നും വരത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഒരു ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ ശമ്പളം 1000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം നിങ്ങളുടെ ശമ്പളം 10% വർദ്ധിപ്പിച്ചു. 1000-ൻ്റെ 10% എത്രയാണ്? 1000-ൻ്റെ 10% 100 ആണ്. അപ്പോൾ ആ 100 രൂപയുടെ കൂട്ടി നിങ്ങൾക്ക് ആദ്യത്തെ മാസം 1100 രൂപ കിട്ടി. ഓക്കെ അല്ലേ? അതിനുശേഷം നിങ്ങളുടെ ശമ്പളം 10% കുറയ്ക്കുന്നു. അപ്പോൾ 1000-ൻ്റെ 10% കുറയ്ക്കുന്നത്? അല്ല, നിങ്ങളുടെ നിലവിലെ ശമ്പളമായ 1100-ൻ്റെ 10% കുറയുന്നത്. 1100-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 110. 1100-ൽ 110 കുറച്ചാൽ 990 രൂപയാവും അത്. അതായത് 1000 ആയിരുന്ന ശമ്പളം 990 ആവും. അതുകൊണ്ടാണ് എപ്പോഴും എന്ത് പറയുന്നത്? X² ഡിവൈഡഡ് ബൈ 100% കുറവായിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?